Hi, welcome to Cook with Rumana. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് വീട്ടിലുള്ള ഐറ്റം വെച്ച് മാത്രം നല്ലൊരു അടിപൊളിയായിട്ട് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് പാലും മൈദയും കോൺഫ്ലോറും ഷുഗറും ഈ നാല് സാധനം മാത്രമാണ് ഞാൻ വെക്കുന്നത്. ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പുഡിംഗ് അത് വെച്ച് മാത്രം എളുപ്പത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ പോയി ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ പുഡിംഗ് ഉണ്ടാക്കി തുടങ്ങാം. അതിലേക്ക് ഒരു 4 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചത്. ഒരു 3/4 ലിറ്ററോളം വരും. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗറാണ് എടുത്തത്. പിന്നെ കുറച്ച് വാനില എസൻസ്, അതുപോലെ ഒരു നുള്ളു ഏലക്കപ്പൊടി. ഏതിലൊന്ന് ഒഴിച്ചാലും മതി, രണ്ടുണ്ടെങ്കിൽ രണ്ടും ഇട്ടാലും നല്ല ഫ്ലേവറാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പാല് തിളക്കാൻ വെക്കുക. കുറച്ച് വലിയ പാത്രം ആണ് എടുക്കാൻ, ഒന്ന് മിക്സ് ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കുക. അതിലേക്ക് ഒരു 3 സ്പൂൺ മൈദാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ശേഷം ഒരു 2 സ്പൂണ് കോൺഫ്ലോർ, 1 സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഇല്ലെങ്കിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 3 സ്പൂൺ കോൺഫ്ലോർ എടുത്താൽ മതി. എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് പാലൊക്കെ മതി, ഒരു 1/4 കപ്പ് പാൽ മതി. ഒറ്റയടിക്ക് പാൽ ഒഴിക്കരുത്, അത് മിക്സായി കിട്ടൂല. അതുകൊണ്ടാണ് ലംസൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്യാൻ. എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്ത ശേഷം 2 സ്പൂണ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതും ഓപ്ഷണലാണ്. കണ്ടൻസ് മിൽക്ക് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഒരു വിക്സ് വെച്ചിട്ട് ലംസ് ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് പാല് പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് പാല് തിളക്കും. എന്നിട്ട് ഒരു തല വന്ന ശേഷം ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിൽ വെച്ചിട്ടൊന്ന് തിളക്കാൻ വിടണം. 5 മിനിറ്റിൻ്റെ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ഇങ്ങനെ കൂട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ആ പാലിൻ്റെ ചൂട് കൊണ്ട് തന്നെ അത് അത്യാവശ്യം കട്ടിയാവും. എന്നിട്ട് നമ്മളൊരു ഓറഞ്ചിൻ്റെ സ്കിന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്യണം. കാരണം ഇപ്പോൾ ഇത് കുറുകിയാലും ഈ മൈദയും കോൺഫ്ലോറൊന്നും വെന്തിട്ടില്ല. അതൊരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമോ ലോ ഫ്ലെയിമോ ആക്കിയിട്ട് അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഒരു 3 മിനിറ്റോളം ഇത് നല്ലോണം വിസ്ക് ചെയ്ത് കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നോക്കണം, കട്ട കെട്ടാതെ നോക്കണം. വിസ്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ടത് വെന്ത് കിട്ടും. അതിനു വേണ്ടിയാണ്, ഇല്ലെങ്കിൽ ഒരു പച്ച ചുവയ്ക്കും. അപ്പോൾ ഞങ്ങൾ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി ജസ്റ്റ് കട്ടിയായി റെഡിയാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളൊരു ജസ്റ്റ് ചെറിയ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണം സെറ്റ് ചെയ്യാൻ വെക്കാൻ. അത് ജസ്റ്റ് എണ്ണയോ ബട്ടറോ എന്തായാലും വെച്ച് ഗ്രീസ് ചെയ്യണം. നമ്മളടുത്ത് കുഞ്ഞു പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങളടുത്ത് നല്ല ഡിസൈനിലെ സിലിക്കോൺ മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡ് അതും നല്ലതാണ്. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ അത് റെഡിയാവും. ആ നേരം കൊണ്ട് ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ചോക്ലേറ്റ് പൗഡർ കൊണ്ടാണ് കേട്ടോ ഞാൻ ഗനാഷ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 3 സ്പൂണ് പഞ്ചസാര, 3 സ്പൂണ് ചോക്ലേറ്റ് പൗഡർ, 2 സ്പൂണ് കോൺഫ്ലോർ, പിന്നെ ഒരു 3 സ്പൂണോളം നോർമൽ വെള്ളം. എന്നിട്ട് ഇത് കട്ടൊന്നുമില്ലാതെ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. 3 സ്പൂണിൻ്റെക്കാൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഗ്യാസ് ഓൺ ഓഫ് ചെയ്യുന്ന മുമ്പ് ഒരു 3 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ 6 സ്പൂൺ വെള്ളം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. ഒരു ജസ്റ്റ് ഫസ്റ്റ് തല വന്ന ശേഷം അതിലേക്ക് 1 സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. അത് നല്ലൊരു സിൽക്കി കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് കട്ടിയായി തുടങ്ങുമ്പോൾ ഗ്യാസ് വളരെ സ്ലോ ഫ്ലെയിമിലിടുക. ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് കോക്കോ പൗഡർ വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും വേണമെന്നില്ല. എന്നിട്ട് ഞങ്ങൾ നട്ട്സ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് ഞാൻ കാഷ്യും ബദാമാണ് ഇപ്പോൾ എടുത്തത്. കാരണം ഇത് നമുക്ക്
നോർമൽ നിലക്കടലാണ് വേണ്ടത്. ബട്ട് എൻ്റെ അടുത്ത് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ നട്ട്സ് എടുത്തത്. അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. പൊടിയല്ല, ജസ്റ്റ് ക്രഷ് ചെയ്ത് വെക്കുക. എന്നിട്ട് 3/4 മണിക്കൂറൊക്കെ ആയ നേരം കൊണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഫ്രീസ് ചെയ്ത പുഡിങ് ജസ്റ്റ് റിമോൾഡ് ചെയ്തെടുക്കുക. നല്ല ഈസി ആയിട്ട് തന്നെ വരും. 3/4 മണിക്കൂറിൻ്റെ കൂടുതൽ വെക്കരുത്, അത് പിന്നെ ഐസായി തുടങ്ങും. അതുകൊണ്ടാണ് ഫ്രീസറിൽ തന്നെ 3/4 മണിക്കൂർ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഒരു 7-8 മണിക്കൂർ വെക്കണം. എല്ലാം കൂടി റിമോൾഡ് ചെയ്ത ശേഷം ഞങ്ങൾ റെഡിയാക്കി വെച്ച നട്ട്സ് ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക. ഇതൊരു നല്ല ഫ്ലേവറാണ്. നിങ്ങൾക്ക് നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും വെച്ചിട്ട് ഇത് ചെയ്യാം. നട്ട്സ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും നല്ലൊരു ഫ്ലേവറാണ്. ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ച ഗനാഷും ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിലോ എങ്ങനെയെങ്കിലും ആക്കാം. ഇല്ല സ്പൂൺ വെച്ചിട്ട് മുകളിൽ എങ്ങനെ വേണം അങ്ങനെ ഞങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ടോപ്പിൽ മാത്രം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഓവറോൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞങ്ങളിഷ്ടം എങ്ങനെ നമുക്ക് വേണം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിങ്സ് വേണമെങ്കിലും അതും ഇട്ട് കൊടുക്കുക. ഇനി വിപ്പിംഗ് ക്രീം എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്മൂത്ത് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.